ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ അർത്ഥമാണ്. വിശുദ്ധീകരണം എന്നതിൻ്റെ പര്യായമായി പരിശുദ്ധി, ഹോളി എന്ന പദവും പവിത്രത, സാന്റിഫിക്കേഷൻ എന്ന പദവും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധി അല്ലെങ്കിൽ ഹോളി എന്നതിന് ദൈവത്തോട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ അർത്ഥം. സൈനികന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് സാറാഫുകൾ എപ്പോഴും ആർത്ത് സ്തുതിക്കുന്നു. യെശയ്യാപ്രവചനം 6:3. തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, തൻ്റെ ജനമെന്ന് പറയുമ്പോൾ പഴയ നിയമ ഇസ്രായേൽ, ദൈവം അവരെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എസ്കേൽ പ്രവചനം 20:41, 28:22, 36:23, 39:26 ഒക്കെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവജനം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. പുതിയ നിയമത്തിലും യോഹന്നാന്റെ സുവിശേഷം 17:19, 1 തെസ്സലോനിക്കർ 5:23, എഫേസ്യർ 5:26 വിശുദ്ധീകരണവും വേർപാടും പുതിയ നിയമത്തിൽ സന്ദർഭങ്ങളായി അടുത്തടുത്ത് വരുന്ന വാക്കുകളായി കാണാൻ കഴിയും. ദൈവം ഒരുവനെ വിശുദ്ധീകരിക്കുമ്പോൾ അവനെ സാധാരണ നിലയിൽ നിന്ന് വേർതിരിക്കും. വസ്തുക്കളെയാണ് വിശുദ്ധീകരിക്കുന്നതെങ്കിൽ അവയെയും മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് മാറ്റും. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പുറപ്പാട് 19:5-6, പുരോഹിതന്മാരെയും ലേവ്യരെയും പുറപ്പാട് 29:1, കടിഞ്ഞൂലിനെയും സംഖ്യ 3:13, ശബത്ത് നാളിനെയും പുറപ്പാട് 20:8-11 വരെ, ദൈവസഭയെയും 1 പത്രോസ് 2:8-9 ഇപ്രകാരം പ്രത്യേകമായി വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നു. ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയതിലും വിശുദ്ധീകരണം എന്ന പദം കാണാം. യോഹന്നാൻ 10:36, 1 കൊരിന്ത്യർ ലേഖനം 1:30. പാപത്താൽ അശുദ്ധനായ മനുഷ്യന് സ്വയം വിശുദ്ധനാകുവാൻ സാധ്യമല്ല. റോമർ 7:14-21 വരെ, യോബ് 15:14. യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലുള്ള വിശ്വാസത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രവൃത്തി 26:18, എബ്രായർ 10:10. ഇനിയും സങ്കീർത്തനങ്ങൾ 4:3 വായിക്കുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നാം അവിടെ കാണുന്നു. വിശുദ്ധീകരണത്താൽ എന്തെല്ലാം സംഭവിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു? ഒന്ന്, വേർതിരിവ്, സെപ്പറേഷൻ. അവിടെ ലോകക്കാരിൽ നിന്നും ദൈവം തന്റെ ജനത്തെ വേർതിരിക്കുന്നതാണ് ആദ്യപടി. ആത്മാവിൻ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും നമ്മെ രക്ഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:13, യോഹന്നാൻ 15:19. ഇവിടെ നാം സമ്പൂർണ്ണ വിശുദ്ധീകരണം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഒന്ന് കണ്ടത് വേർപാട് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു, വേർതിരിക്കുന്നു, സെപ്പറേഷൻ. 2, സമർപ്പണം, ഡെഡിക്കേഷൻ. വേർതിരിക്കപ്പെട്ടത് ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന് സ്വന്തമായി തീരുന്നു, അല്ലെങ്കിൽ ദൈവവകയായി മാറ്റപ്പെടുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ മൊത്തത്തിൽ യഹോവയ്ക്കായി സമർപ്പിക്കപ്പെട്ട ജനം എന്ന നിലയിൽ ദൈവത്തിന് പ്രത്യേക സമ്പത്തായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നാം അത് കണ്ടു കഴിഞ്ഞു. ഇനി ലേവ്യർ, അവരൊരു പുരോഹിത ജനമാണ്, ദൈവാലയത്തിലെ ജോലിക്ക് സമർപ്പിക്കപ്പെട്ടവരത്ര. വീണ്ടും നാം പഠിക്കുമ്പോൾ അടുത്ത പടി ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ. മഹാപരിശുദ്ധനായ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഏതിലും ദൈവസ്വഭാവമായിട്ടുള്ള വിശുദ്ധി എപ്പോഴും തിളങ്ങണം. 1 ഇസ്രായേലിനെ നിയമരക്തത്താൽ ശുദ്ധീകരിച്ചു. പുറപ്പാട് 24:8, എബ്രായർ 10:29. പുതിയ നിയമസഭയെയും ദൈവം മുഴുവനായി ശുദ്ധീകരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:23. വിശുദ്ധ പുരോഹിത വർഗമായി അവരെ പണിയുന്നു. 1 പത്രോസ് 2:5 ഒരു പുരോഹിത വർഗമാകേണ്ടതിന് അവർ പണിയപ്പെടുന്നു. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ലേഖനത്തിൽ ആവർത്തിച്ച് കാണുന്നത് ദൈവം വിശുദ്ധനാകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. 1 പത്രോസ് 1:15-16 വാക്യം. 4ാമത്തെ ഘടകം അല്ലെങ്കിൽ അടുത്ത പടി പ്രതിഷ്ഠിക്കുക. വേർതിരിക്കുന്നു, സമർപ്പിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. അടുത്തത് കോൺസെക്രേഷൻ, ഒരുവനെ പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുമ്പോൾ പവിത്രീകരണം. ഒരിക്കൽ ലോകത്തിൽ നിന്നും ലോകക്കാരിൽ നിന്നും വേർതിരിക്കപ്പെട്ട ദൈവജനം വിശുദ്ധീകരണം പ്രാപിച്ച് തുടർന്ന് അനുദിനവും ശുദ്ധീകരണം ഏറ്റെടുത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധിയെ നാം തികയ്ക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6:11, എബ്രായർ 12:14, 2 കൊരിന്ത്യർ ലേഖനം 7:1. കർത്താവിന് വിശുദ്ധിക്കൊത്തവണ്ണം നാമും വളരുന്നു, ആ വിശുദ്ധി നാം പ്രാപിക്കുന്നു. അതിനായി ദൈവ ഇഷ്ടത്തിന് നമ്മെ സമ്പൂർണ്ണമായി പ്രതിഷ്ഠിക്കുകയും ജഡത്തിന്റെ പ്രേരണകളെയും പ്രവൃത്തികളെയും മരിപ്പിച്ചുകൊണ്ട് ജഡത്തിന്റെ എല്ലാവരുമായ ഇഷ്ടങ്ങളോടും നോ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അനുവദിക്കുന്നിടത്ത് നിങ്ങളുടെ വിശുദ്ധി സമ്പൂർണ്ണമാകുന്നു. ഇതിന്റെ അവസാന പടി എന്ന് പറയുന്നത് സേവനമാണ്, സർവീസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാത്സല്യ ദൈവജനമേ, വിശുദ്ധന്മാർ, വിശുദ്ധ വംശം എന്നിങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബോധന ചെയ്യേണ്ടത്. അങ്ങനെ വിശുദ്ധന്മാരായി തീർന്നവർ അവന്റെ കൽപ്പന പ്രകാരം അവനെ സേവിക്കണം, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. പുതിയ നിയമ പുരോഹിതന്മാരെന്ന നിലയിൽ സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്, അത് നമ്മുടെ കടമയും
കർത്തവ്യമാണ്. ഈ വിശുദ്ധീകരണത്തിൽ നാം സമൂഹത്തോട് അനുഷ്ഠിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾ മറക്കാതിരിക്കുവാൻ 3 W ഞാൻ പറയുന്നു. 1 വേർഡ്, 2 വർഷിപ്പ്, 3 വിറ്റ്നസിംഗ്. എന്താണ് അർത്ഥമാക്കുന്നത്? വചനം നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ നിലനിർത്തും. വിശുദ്ധീകരണത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധൻ അവനൊരു ആരാധകനായി തുടർന്നുകൊണ്ടേയിരിക്കും. അവന്റെ ആരാധന ദൈവത്തോട് മാത്രമായിരിക്കും. ആരാധന അവന്റെ ജീവിത ശൈലിയായിട്ട് മാറും. അത് അവന്റെ സാക്ഷ്യമായി, വിറ്റ്നസിംഗ്, ലോകത്തുള്ള തന്റെ സന്ദേശമായി മാറും. ഇതാണ് പ്രിയമുള്ളവരെ വിശുദ്ധീകരണത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് വചനത്തിലേക്ക് മടങ്ങാം. നമ്മുടെ മതവും സംഘടനയും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്താണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പുതിയ ദിവസം ഈ വചനങ്ങൾ വായിച്ച് ആത്മാവിനെ ശക്തരാകാം. അവിടെ നിങ്ങൾ വിജയിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ സാക്ഷ്യം ദൈവനാമത്തിന് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.